138 സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നത്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് അതിൻ്റെ തലക്കെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ദാവീദ് പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ അങ്ങയെ കീർത്തിക്കും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് അങ്ങയുടെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. അങ്ങയുടെ നാമത്തിന് മീതെ ഒക്കെയും അങ്ങയുടെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഭക്തനായ ദാവീദ് ദൈവസന്നിധിയിൽ പറയുകയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഐ വിൽ പ്രൈസ് യു വിത്ത് മൈ ഹോൾ ഹാർട്ട്. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ മറ്റ് യാതൊരു ചിന്തകളും മറ്റ് യാതൊരു അവസ്ഥകളും അവനെ അലട്ടുന്നത് അല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ആമേൻ. അടുത്ത വാക്യത്തിൽ നമ്മൾ കണ്ടത്, അങ്ങയുടെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. ഒന്നാമത് നമ്മൾ കണ്ടു, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. രണ്ടാമത് അവിടെ പറയുന്നു, അങ്ങയുടെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. പിന്നെ പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അടുത്തത് പറയുന്നത്, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഉള്ളിൽ ബലം നൽകുന്ന ഒരു കർത്താവിനെയാണ് നാം ഓരോരുത്തരും സേവിക്കുന്നത്, ആരാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉള്ളിനകത്ത് ചില ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ആകുലതകൾ കടന്നു വരുമ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? എല്ലാ നിലകളിലും തളർന്നു പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ തന്നെ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാകുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടു കൂടിയൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഒത്തിരി ആരോഗ്യത്തോടെ ഇരിക്കും. പക്ഷേ ഏതെങ്കിലും വിഷയങ്ങളിൽ നമ്മൾ നിരാശപ്പെട്ട് ക്ഷീണിച്ച് മനസ്സ് തകരുമ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് മറ്റ് പല നിലകളിലുള്ള ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ലോക സഹജമാണ്. സ്തോത്രം. ഇവിടെ ദാവീദ് പറയുകയാണ്, എൻ്റെ ഉള്ളിൽ നീ എനിക്ക് ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഈ 2026 ആരംഭ ദിവസങ്ങളിൽ, ഈ പ്രഥമ കർത്തൃദിനത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ, ഉൾത്തടങ്ങളിൽ അനുഭവിക്കുന്ന ഭയത്തിൻ്റെ അനുഭവങ്ങൾ, നിരാശയുടെ അനുഭവങ്ങളുടെ നടുവിൽ ദൈവമായ കർത്താവ് ഉള്ളിൽ ബലം നൽകി നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവാണ് എന്ന് ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരട്ടെ. അതിൻ്റെ 7ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും അങ്ങ് എന്നെ ജീവിപ്പിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്യമാണ്. ഈ വാക്യത്തിൽ നിന്നാണ് 2020 ഏപ്രിൽ മാസം 14 ഒരു ഗാനം ഉരുത്തിരിയുവാൻ സ്വർഗം ഇടയാക്കിയത്. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അന്നൊരു പ്രത്യേകമായ സാഹചര്യത്തിൻ്റെ നടുവിൽ, പ്രത്യേകമായ ഒരു അനുഭവത്തിൻ്റെ നടുവിൽ, സ്തോത്രം, ദൈവം എന്നെ ബലപ്പെടുത്തി എൻ്റെ നാവിൽ കൂടി പറയിപ്പിച്ച വാക്കാണ്, ഓ സ്തോത്രം, അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും. ഈ യാത്രയിൽ തളർന്നിടാതെ അങ്ങനെ ജീവിപ്പിക്കും. കാലുകൾ കുഴിയുമ്പോൾ, മനസ്സ് തകരുമ്പോൾ, നിന്ദകൾ സഹിക്കുമ്പോൾ, ഹല്ലേലൂയ, അങ്ങനെ ജീവിപ്പിക്കും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും. പ്രൈസ് ദ ലോർഡ്. ദാറ്റ് മീൻസ് കഷ്ടത ഇല്ലെന്നല്ല ദൈവമക്കളെ, കഷ്ടത ഇല്ലെന്നുള്ള ഉപദേശം നമുക്കൊരിക്കലും പറയുവാൻ കഴിയുന്നതല്ല. ഒരു ദൈവ പൈതലിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, ആകുലതകളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു ശൂലം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, ചില ശൂലം, ഹല്ലേലൂയ, അല്ലെങ്കിൽ ചില കുത്തുകലുകൾ നമുക്ക് വരുന്നത് അതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ നമ്മളെ ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചു നിർത്തുവാനാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാ, നമ്മളൊരു പക്ഷേ പലതിലും നമ്മൾ മതിമറന്നു പോകും, നമ്മൾ നിഗളിച്ചു പോയെന്ന് വരും, നാം അറിയാതെ നമ്മളിൽ അഹങ്കാരം വന്നെന്ന് വരും, നമ്മളൊരു പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്ന് വരും, പലതും സംഭവിച്ചെന്ന് വരും. പക്ഷേ ചില കഷ്ടതകളാണ്, പ്രയാസങ്ങളാണ് നമ്മളെ ദൈവത്തോട് ഒന്നുകൂടി ഒന്ന് അടുപ്പിക്കുന്നത്.
ഇതുകൊണ്ട് ഭക്തൻ പറയുകയാണ്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും, ഹല്ലേലൂയ, though I walk in the midst of the sufferings or in the midst of the trouble, ഹല്ലേലൂയ, നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമുക്ക് ദൈവത്തോട് പറയുവാൻ കഴിയട്ടെ, കർത്താവേ, അങ്ങനെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെക്ക് ജീവൻ നൽകുന്ന ദൈവമാണ്. അങ്ങനെക്ക്, ഹല്ലേലൂയ, ഉദ്ധാരണം നൽകുന്ന ദൈവമാണ്. സ്തോത്രം. അപ്പോൾ ജീവിതത്തിലെ ചില അനുഭവങ്ങളാ ദൈവമക്കളെ നമ്മളെ എന്ത് ചെയ്യുന്നത്? പ്രാപ്തരാക്കി തീർക്കുന്നത്. നമ്മളെ പ്രാപ്തരാക്കി തീർക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിൽ ബഹുഭൂരിപക്ഷം, ഒരു നല്ലൊരു പങ്ക് ആളുകളും ചിലപ്പോൾ ഇവിടെ വന്ന് വാഹനം ഓടിക്കാൻ തുടങ്ങിയ സഹോദരിമാരൊക്കെ ഉണ്ട്. സ്തോത്രം. കാരണം എന്ന് ചോദിച്ചാൽ, നാട്ടിലൊന്നും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, മറ്റ് സ്ഥലങ്ങളിൽ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നിർബന്ധിതരാകുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ സ്തോത്രം, ഭർത്താവ് ഭാര്യയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും, ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. പലവിധമായ സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകളും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നിർബന്ധത്താൽ എന്ത് ചെയ്യേണ്ടി വരുന്നു? വാഹനം ഓടിക്കുവാൻ പഠിക്കേണ്ടി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ നമ്മളെ നിർബന്ധത്തിലേക്ക് നയിച്ചപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു അനുഭവത്തിന് കാരണമായി തീർന്നു. സ്തോത്രം. പുതിയൊരു മേഖലയ്ക്ക് കാരണമായി തീർന്നു. പുതിയൊരു കാൽവെപ്പിന് കാരണമായി തീർന്നു. ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളാണ് നമ്മളെ ഒന്നുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഒരുക്കിയെടുക്കുവാനിടയായി തീരുന്നത്. ആ വേദഭാഗങ്ങളിൽ നിന്ന് ഞാൻ വേഗം അടുത്ത ഭാഗത്തേക്ക് പോകുകയാണ്. 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഹല്ലേലൂയ. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. അത് നമുക്ക് ഇംഗ്ലീഷിൽ ഇവിടെ ഇങ്ങനെ കാണുന്നു, the Lord will perfect that which concerned me. ഹല്ലേലൂയ. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി, the perfection. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അത് 6-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. അവിടെയും കാണുന്നത്, പ്രൈസ് ദി ലോർഡ്, he will perfect it. അവൻ അതിനെ തികയ്ക്കുന്ന ദൈവമാണ്. അവൻ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന ദൈവമാണ്. He will perfect it, he will perform it, he will complete it, he will empower it, he will. സ്തോത്രം. ദൈവ പൈതല് ഇന്ന് പകലിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് പറയുവാൻ കഴിയണം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവമാണ്. 2025 എവിടെയെങ്കിലുമൊക്കെ പ്രൈസ് ദി ലോർഡ് ഒരു വിടുതൽ കാണാത്ത അനുഭവങ്ങൾ, ഒരു ദൈവപ്രവൃത്തി കണ്ടില്ലല്ലോ എന്ന് നിരാശയുടെ അനുഭവം ഉണ്ടെങ്കിൽ, ഈ പ്രഥമ കർത്തൃദിനത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മളോട് ഓരോരുത്തരോടും, പ്രൈസ് ഈ വചനം സംസാരിക്കുന്ന എന്നോട് ഉൾപ്പെടെ നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിന് സംസാരിക്കുവാനുള്ള ഒരു ദൈവത്തിന്റെ വചനമാണ്. He will perform it. അവൻ സമാപ്തി വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ സമാപ്തി വരുത്തുന്ന ദൈവമാണ്. അപ്പോൾ he will perfect it. അവൻ സമാപ്തി വരുത്തും. പെർഫെക്ഷൻ എന്നുള്ളതിൻ്റെ മറ്റ് ഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് ന്യൂ ഇയറിലേക്ക് കയറിയപ്പോൾ ഒന്ന് വേഗത്തിൽ ഓർമ്മപ്പെടുത്തിയല്ലോ. പല വേർഷനുകളിൽ പലത് കാണുന്നുണ്ട്. ചിലതിൽ he will perform it, he will complete it എന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പെർഫെക്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ, അവൻ സമാപ്തി വരുത്തുക എന്ന് പറഞ്ഞാൽ, he will fulfill it. That means he will complete it. അവൻ അതിന് തീർപ്പ് കൽപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, തീർപ്പ് വരാത്ത വിഷയങ്ങൾ ഏതെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, തീർപ്പ് വരാത്ത കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ അവരിങ്ങനെ ജനങ്ങളെ കണ്ട് ഒരു കാര്യങ്ങൾ പരിഹരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സന്ദർഭങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു കൂട്ടും. അല്ലെങ്കിൽ ജനസമ്പർക്ക പരിപാടി. ഹല്ലേലൂയ. ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ കൊണ്ടുചെന്ന് അപേക്ഷകളുമായിട്ട് ഓരോരുത്തർ ചെല്ലുമ്പോൾ ചിലപ്പം വർഷങ്ങളായിട്ട് ഗവൺമെൻറ് ഓഫീസിൽ കയറി ഇറങ്ങിയിട്ട് യാതൊരു മറുപടിയും കിട്ടാത്ത വിഷയമായിരിക്കും. 10-20 വർഷമായിട്ട് ഗവൺമെൻറ് ഓഫീസിൽ ചെന്നിട്ട് എന്നും നിന്നയും അപമാനവും സഹിച്ച് ആട്ടലും ചീറ്റലും ഏറ്റുകൊണ്ട് അവിടെയുള്ള LD ക്ലർക്കിൻ്റെയോ UD ക്ലർക്കിൻ്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള ഓഫീസറിൻ്റെയോ വില്ലേജ് ഓഫീസറിൻ്റെയോ തഹസിൽദാറിൻ്റെയോ BDOയുടെയോ ആരുടെയെങ്കിലും ഒക്കെ ഒത്തിരി അപമാനം
അപമാനങ്ങൾ സഹിച്ചു പോകേണ്ടി വന്നവനായിരിക്കും. പക്ഷേ ഹല്ലേലൂയ, ജനസമ്പർക്ക പരിപാടിയിൽ കൊണ്ടുചെന്ന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതിൻ്റെ കൺസേൺ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ ആരാണോ അത് നടത്തുന്നത്, അവരൊരു കാര്യം പറയും. അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് പറയും, വേഗത്തിൽ ഇത് തീർപ്പാക്കി കൊടുക്കണം. ഹല്ലേലൂയ, വേഗത്തിൽ ഇത് എന്ത് ചെയ്യണം, തീർപ്പാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് കയറി ഇറങ്ങിയിട്ട് നടക്കാത്തൊരു കാര്യം ഒറ്റ നിമിഷത്തിൽ ഒരു ഓർഡർ അവിടെ വരികയാണ്. ഇത് ചെയ്തു കൊടുക്കുക, ഇത് സമാപ്തി വരുത്തുക. ഇന്ന് പകലിൽ ദൈവജനമേ, വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പറ, യഹോവ എനിക്ക് വേണ്ടി, യഹോവ എനിക്ക് വേണ്ടി, എൻ്റെ ഓഫീസർ എനിക്ക് വേണ്ടി ചെയ്യുമെന്നല്ല, എൻ്റെ ഹല്ലേലൂയ മുദീർ, എൻ്റെ മാനേജർ എനിക്ക് വേണ്ടി ചെയ്യുമെന്നല്ല, എൻ്റെ ഡയറക്ടർ എനിക്ക് ചെയ്തു തരുമെന്നുള്ളതല്ല, എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ചെയ്തു തരുമെന്നുള്ളതല്ല, പ്രൈസ് എൻ്റെ പാസ്റ്റർ ചെയ്തു തരുമെന്നുള്ളതല്ല, ആരും ചെയ്തു തരുമെന്നുള്ളതല്ല. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാളുകളായി ഭാരം അനുഭവിക്കുന്ന ദൈവപൈതലേ, വേദന അനുഭവിക്കുന്ന ദൈവപൈതലേ, ആകുലങ്ങളും വേദനകളും മാത്രം കൈമുതലായി പിടിച്ചുകൊണ്ട് അത് മാത്രം, ആകുലതകൾ മാത്രമാണോ എൻ്റെ സമ്പാദ്യമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിലവിളിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, കട്ടിലുകളെ നനയ്ക്കുന്ന, ഹല്ലേലൂയ മെത്തയെ നനയ്ക്കുന്ന, തലയിണ കവറിനെ നനയ്ക്കുന്ന ദൈവപൈതലേ, ഇന്ന് പകലിൽ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ ഒരു ദാസനായി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഹല്ലേലൂയ, the God will perform it, the God will complete it, the God will perfect it. Hallelujah. സ്തോത്രം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നമ്മൾ 138-ാം സങ്കീർത്തനത്തിൻ്റെ ഈ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഹല്ലേലൂയ. തൊട്ട് മുകളിലെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. Even though I walk in the midst of the sufferings of or midst of the trouble, ഹല്ലേലൂയ, നീ എന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ സമാപ്തി എന്ന് പറയുന്നത് പല നിലകളിലുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മപ്പെടുത്തിയല്ലോ. നമ്മുടെ ഭൗതിക മേഖലകളിൽ മാത്രമല്ല ദൈവമക്കളെ, നമ്മുടെ ആത്മീക തലങ്ങളിലും നമ്മുടെ എല്ലാ മേഖലകളിലും ഒരു സമാപ്തി വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ ഒരു ദൈവത്തിലാണ് നമ്മൾ ശരണപ്പെടുന്നത്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 4. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു തികവ്, ഒരു മച്യൂരിറ്റിയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ തികവെന്ന് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു സ്ഥിരത നൽകുന്ന ദൈവം. ഹല്ലേലൂയ. സമാപ്തി നൽകുന്ന ദൈവം, സ്ഥിരത നൽകുന്ന ദൈവം. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, സ്ഥിരപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്ഥിരത വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സ്ഥിരത കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. ആയതുകൊണ്ട് ഇവിടെ നമുക്ക് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ. ഹല്ലേലൂയ. അതിൻ്റെ തൊട്ട് മുകളിലെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, എന്നാ എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, സ്തോത്രം, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, when you fall into different temptations, നിങ്ങൾ വിവിധ പരിശോധനകളിൽ, പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടു, നിങ്ങൾ ടെംപ്റ്റേഷനുകളിൽ അകപ്പെടുമ്പോൾ. മനുഷ്യ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുവാൻ സാധാരണമാണ്. അവിടെ പറയുന്നു, ഇതൊക്കെ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. ഹല്ലേലൂയ. നമ്മൾ പറയും, ശത്രു എന്നെ ക്ലേശിപ്പിച്ചു, ശത്രു എന്നെ ശത്രു എന്നെ തകർക്കുക, ശത്രു എന്നെ മുടിക്കുക, ശത്രുവിൻ്റെ പോരാട്ടമാ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവവചനം പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അധികം സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അശേഷം അത് സന്തോഷമെന്നെണ്ണുവീൻ. ഇന്ന് പകലിൽ ദൈവപൈതലേ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അത് നിങ്ങൾക്ക് സ്ഥിരത ഉളവാക്കുന്നതാണെന്ന് മനസ്സിലാക്കണം.
അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഒരു പരിശോധനയുണ്ട്, വിശ്വാസ മേഖലകളിൽ ഒരു പരിശോധനയുണ്ട്. പക്ഷേ ദൈവവചനം പറയുന്നു, ആ പരിശോധനകൾ നിന്നെ എന്തു ചെയ്യുന്നു? നിനക്ക് അധികം സ്ഥിരത ഉളവാക്കുന്നതെന്നറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? അത് സന്തോഷമെന്നെണ്ണുവീൻ. എന്നിട്ടാ പറഞ്ഞത്, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും. ഞാൻ ആ 4-ാം വാക്യം മാത്രം അങ്ങ് വായിച്ചു വിട്ടപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്കൊന്നിലും കുറവില്ലാത്തവരായി, ഓ സ്തോത്രം, വി വിൽ ബി പെർഫെക്റ്റ് ഇൻ ഓൾ അവർ വേസ് എന്നൊക്കെ നമുക്കൊരു പക്ഷേ ചിന്ത തോന്നാം. പക്ഷേ അതിൻ്റെ മുകളിൽ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാ നിങ്ങളെ സ്ഥിരതപ്പെടുത്തുന്നത്. ജീവിതത്തിലെ പരിശോധനകളാ, ജീവിതത്തിലെ ഹല്ലേലൂയ പ്രയാസങ്ങളാ ദൈവമക്കളെ നിങ്ങളെ സ്ഥിരതപ്പെടുത്തുന്നതെന്ന് അറിഞ്ഞ് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ എന്തിലൊക്കെയാണ് ഈ പെർഫെക്ഷൻ എന്നുള്ളത് നമുക്ക് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ, മലാക്കി പ്രവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മലാക്കി 3-ന്റെ സ്തോത്രം, ഹല്ലേലൂയ, 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും, മലാക്കി ചാപ്റ്റർ 3 വേഴ്സ് 3, അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. സ്തോത്രം, ഹല്ലേലൂയ. വെള്ളി ഊതിക്കഴിക്കുന്നവനെ പോലെയും, പ്രൈസ് ദി ലോർഡ്, ആയതുപോലെ തന്നെ വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ലേവി എന്ന് ലേവി ഗോത്രത്തെക്കുറിച്ച് തന്നെ നമ്മൾ വായിക്കുമ്പോൾ പുരോഹിത ഗോത്രമാണ്, പുരോഹിത വംശമാണ് ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷേ ഇവിടെ പറയുന്നു, അവനിരുന്ന് ലേവി പുത്രന്മാരെ നിർമ്മലീകരിക്കും, ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അവരെ ശുദ്ധീകരിക്കുമ്പോൾ അങ്ങനെ അവർ നീതിയിലെ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു ശുദ്ധീകരണം, ഹല്ലേലൂയ, അവർ എന്ത് ചെയ്യുവാനിടയായി തീരും. ഇന്ന് പകലിൽ ഈ വചനം സംസാരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ ഉൾപ്പെടെ നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് പറയുന്നൊരു കാര്യം, നമ്മളെ കർത്താവ് ശുദ്ധീകരിക്കുമ്പോൾ, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ, പൊന്ന് ശുദ്ധീകരിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ പാടാറുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചൂടധികം പെരുകി അതിൽ പൊന്ന് കിടന്നുരുകി അതിൻ കീടമഹിലവും നീക്കി ശുദ്ധ പൊന്ന് പോലെ പുറത്തു വരും. സ്തോത്രം. നമ്മൾ പാടുന്നൊരു ഗാനമാണ്, ചൂടധികം പെരുകി അതിൽ പൊന്നു കിടന്നുരുകി അതിൻ കീടം അഖിലവും നീക്കി ശുദ്ധ പൊന്നുപോലെ പുറത്തു വരും. അപ്പോൾ നമ്മളെ ദൈവം ചിലപ്പോൾ ശുദ്ധീകരിക്കുന്നത്, നമ്മളെ, ഹല്ലേലൂയ, ദൈവം നമ്മളെ നിർമ്മലീകരിക്കുന്നത് അത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ദൈവസന്നിധിയിൽ യഹോവയ്ക്ക്, അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കുവാൻ. ഇന്ന് പകലിൽ ദൈവമക്കളെ, നീതിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മെ ശുദ്ധീകരിപ്പാൻ ഇടയായി തീരും എന്നുള്ളതാണ്, ഹല്ലേലൂയ, നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതാണ് 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, അല്പനേരത്തേക്ക്, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങൾ ആനന്ദിക്കുന്നു. അടുത്തത് ഇങ്ങനെയാണ് പറയുന്നത്, അഴിഞ്ഞു പോകുന്നതും, പ്രൈസ് ദി ലോർഡ്, തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ, അഴിഞ്ഞു പോകുന്നതും, ഹല്ലേലൂയ, തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ, ഹല്ലേലൂയ, പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ ഇങ്ങനെ ഇടവരും. ഹല്ലേലൂയ. അവിടെ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശോധന വിലയേറിയത്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ, ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഗോൾഡിൻ്റെ വില എത്ര കയറിയാലും, ഡയമണ്ടിൻ്റെ വില എത്ര കയറിയാലും, സിൽവറിൻ്റെ വിലയോ എത്ര കയറിയാലും, ഇനി എന്തിൻ്റെയൊക്കെ വില എത്ര കയറിയാലും, ഇവിടെ പറയുന്നു, ഇതിനേക്കാൾ എല്ലാം വില കൂടിയതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ വില എന്ന് പറയുന്നത്. ആയതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവമക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും, ഹല്ലേലൂയ, പരിശോധന എനിക്കാണ്, ഏറ്റവും വലിയ കഷ്ടപ്പാട് എനിക്കാണ്, എൻ്റെ ജീവിതമാണ് ഇത്രയും ദുരിതം എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. സ്തോത്രം. ചെറിയ പ്രശ്നം വരുമ്പം പോലും നമ്മളൊക്കെ പറഞ്ഞു പോകുന്നത്, ലോകത്ത് വേറെ ആർക്കും ഈ കഷ്ടപ്പാടില്ലല്ലോ കർത്താവേ, എനിക്ക് മാത്രം എന്തിനാ ദൈവമേ ഈ വേദനയെന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാ. ഹല്ലേലൂയ. വഴി കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നതാ, എവിടെയെങ്കിലുമൊക്കെ ബഹളം നടക്കുമ്പോൾ അന്നത്തെ പ്രായമുള്ളവരൊക്കെ നിലവിളിക്കുന്ന പറഞ്ഞാൽ നെഞ്ചത്തിട്ട് അടിച്ച. ഇന്നത്തെ തലമുറ അങ്ങനെയുള്ള രീതിയൊന്നുമില്ല. നെഞ്ചത്തെടുത്തിട്ട് അടിച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അങ്ങനെയൊക്കെ നിലവിളിക്കുന്ന ഒരു അനുഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിലവിളിക്കുന്നതേ ഉള്ളൂ. ഈ നാശം പിടിച്ച നരകത്തിൽ എന്തിന് ഞാൻ വന്നുപെട്ടു, ഈ കുടുംബത്തിൽ ഞാൻ എന്തിന് വന്നുപെട്ടു, ഈ അവസ്ഥയിൽ ഞാൻ എന്തിന് വന്നെത്തി. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് മാത്രം എന്തിനാ ഈ വേദന. ഹല്ലേലൂയ. പക്ഷേ സ്വർഗം ഇന്ന് പകലിൽ പറയുന്നു, നിന്റെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു. ഹല്ലേലൂയ. ഓ സ്തോത്രം. അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് എന്തിനു വേണ്ടിയിട്ട് അറിയുന്നത്? യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അത് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി അങ്ങനെ ഇടവരുവാൻ ഇടയായി തീരും. ഞാൻ വേഗത്തിലാണ്, കമ്പിവാചകം പോലെ വളരെ വേഗത്തിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ കണ്ടു. ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത്, ഓ സ്തോത്രം ഹല്ലേലൂയ, ഒന്ന് നമ്മൾ കംപ്ലീഷൻ, പൂർത്തീകരണം നമ്മൾ കണ്ടു. രണ്ടാമത് ശുദ്ധീകരണത്തെ അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ മച്യൂരിറ്റിയെക്കുറിച്ച് ഒരു ഹല്ലേലൂയ സ്ഥിരതയെക്കുറിച്ച് നമ്മൾ കണ്ടു. മൂന്നാമത് ഒരു ശുദ്ധീകരണത്തെക്കുറിച്ച് ഹല്ലേലൂയ നമ്മൾ കാണുവാൻ ഇടയായി തീർന്നു. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മെസ്സേജ്, ഈ പുതുവർഷത്തിൻ്റെ സന്ദേശം ദീർഘമണിക്കൂറുകൾ പ്രസംഗിക്കുവാനുള്ളതാണെങ്കിലും ഞാൻ ഈ വാക്യങ്ങൾ മാത്രം നിങ്ങളെ ഇങ്ങനെ എംഫസൈസ് ചെയ്ത് ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ ഹൃദയ പലകകളിൽ ഇതൊന്ന് ഉണ്ടാകുന്നത് നല്ലതാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഈ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലു. അപ്പം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാ ദൈവമക്കളെ? ക്രിസ്തുവിൽ തൻ്റെ തേജസ്സിന് വേണ്ടി വിളിച്ചിരിക്കുന്ന ഒരു ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോഴും ഒരു ദൈവ പൈതലിന് മനസ്സിലാകണം, എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിൽ തൻ്റെ തേജസ്സിന് വേണ്ടി ദൈവം വിളിച്ചിരിക്കുകയാണ്. എൻ്റെ ഇന്നുള്ള അവസ്ഥകൾ മാറും, എൻ്റെ ഈ നിലകൾ മാറും, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ന് വിശ്വസിച്ച് പറയുവാൻ കഴിയണം. ആ ദൈവം തന്നെ എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഞാൻ ഈ പദങ്ങളൊന്ന് ഊന്നി പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പോൾ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഉറപ്പിക്കുന്ന, ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു അനുഭവം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൻ തരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതാണ് കൊലോസ്യ ലേഖനം 2-6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ എടുക്കണ്ട, ഞാൻ തന്നെ വാക്യങ്ങൾ പറഞ്ഞു പോകാം. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ദൈവജനമേ, 2026 സ്തോത്രം പ്രഥമ കർത്തൃദിനത്തിൽ ദൈവജനത്തോട് ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ, അന്നൊരിക്കൽ കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾ കർത്താവിനെ നിങ്ങളുടെ ലോർഡ് ആൻഡ് സേവിയറായിട്ട് നിങ്ങൾ സ്വീകരിച്ചു. ഹല്ലേലൂയ. പക്ഷേ കാലത്തിൻ്റെ കവിഞ്ഞുപോക്കിൽ ഇതൊന്നും നമ്മളെ വിട്ട് പോകുവാൻ ഇടവരരുത്. അവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ. എങ്ങനെയാണോ നിങ്ങൾ കൈക്കൊണ്ടത്? ഇന്ന് പകലിൽ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത അനുഭവങ്ങളിൽ ആയിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടിയത്, കർത്താവിനെ കൈക്കൊണ്ടതൊക്കെ പല അനുഭവങ്ങളായിരിക്കാം. സ്തോത്രം. പല ജീവിത സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കാം നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കൊലോസ്യയിലെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ. ഹല്ലേലൂയ. എങ്ങനെയാണോ നിങ്ങൾ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അടുത്തത് പറയുന്നു, അവനിൽ വേരൂന്നിയും, റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്, അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പീൻ. എനിക്കിതൊക്കെ എലാബറേറ്റ് ചെയ്ത് പറയണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ സമയത്തെ ഭയപ്പെട്ട് വേഗത്തിൽ ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇങ്ങനെ പറയുന്നു, അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ് പ്രാപിച്ചും, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പീൻ.
ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പറയുവാൻ കഴിയട്ടെ, നമ്മുടെ കർത്താവിൽ നമുക്ക് വേരൂന്നി, ഹല്ലേലൂയ, കർത്താവിൽ വേരൂന്നി ആ വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞ് നമുക്കായിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമുക്കിടയായി തീർക്കട്ടെ. സ്തോത്രം. അപ്പോൾ പെർഫെക്ഷനോടുള്ള ബന്ധത്തിൽ ഉള്ള മൂന്നാല് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു കംപ്ലീറ്റ്നെസ്, ഒരു പൂർത്തീകരണം. രണ്ടാമത്തെ കാര്യം ഒരു മച്യൂർനെസ്, ഒരു സ്ഥിരതയുടെ കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം ഹല്ലേലൂയ ശുദ്ധീകരണം, ഒരു റിഫൈൻ ചെയ്യുന്ന ഒരു അനുഭവം. നാലാമത്തെ കാര്യം ആണ് നമ്മൾ ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്, നമ്മളെ ഹല്ലേലൂയ റീസ്റ്റോർ ചെയ്യുന്ന ഒരു അനുഭവം. സ്തോത്രം. നാലാമത്തെ കാര്യമാണ് നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്ന ഒരു സ്ഥിരത, എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അടുത്തതാണ് റീസ്റ്റോർ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതാണ് യോവേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ 2:25 ഇങ്ങനെ കാണുന്നു: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായി വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഹല്ലേലൂയ. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് വായിക്കണമേ, ശ്രദ്ധിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവരണമേ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന, ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന. ഹല്ലേലൂയ. ഇതൊക്കെ മലാക്കി പ്രവചനത്തിലെ അതിൻ്റെ മുകളിലുള്ള ദൂതുകളൊക്കെ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ അവിടോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഇത് പറയുന്നത് ഇതൊക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി പകരം ഞാൻ ചെയ്യുവാനിടയായി തീരും. ഇന്ന് പകലിൽ ദൈവപൈതലേ, ഹല്ലേലൂയ, എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അത് തരുവാനിടയായി തീരും. I will restore to you the years. ഞാൻ നിങ്ങൾക്കതിന് പകരമായി ചിലത് നൽകുവാനിടയായി തീരും. ഇന്ന് പകൽ വിശ്വസിക്കണം. എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയോ, എവിടെയൊക്കെ ഹല്ലേലൂയ നഷ്ടപ്പെട്ട എൻ്റെ അനുഭവങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്നുവോ, അത് ദൈവസന്നിധിയിൽ ഓർക്കുവാൻ ഇടയായി തീരട്ടെ. എൻ്റെ മെസ്സേജിൻ്റെ ഒരു 25% ആയുള്ളൂ, പക്ഷേ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവിന് ചോദിച്ചാൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. കാരണം ഈ വർഷത്തേക്ക് ദൈവം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ദൈവം തന്ന ഒരു ദൂതാണ്. ഹല്ലേലൂയ. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, നമ്മൾ ആരംഭിച്ചതല്ല ദൈവം. മക്കളെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നാം, ഹല്ലേലൂയ, ഞാൻ സ്വയമേ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വിശ്വാസിയായി തീർന്നു, അല്ലെങ്കിൽ ഞാൻ സ്വയമേ ഒരു ദൈവ പൈതലായി തീർന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചു. അല്ല, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, ദ ഗോഡ് ഹൂ ബിഗാൻ ഹിസ് വർക്ക് ഇൻ യു, അവൻ്റെ പ്രവൃത്തി നിങ്ങളിൽ ആരംഭിച്ചവൻ, ഹി വിൽ പെർഫോം ഇറ്റ്, അവനത്, ഹല്ലേലൂയ, പൂർത്തീകരിക്കും. ഹി വിൽ പെർഫെക്റ്റ് ഇറ്റ്, ഹി വിൽ കംപ്ലീറ്റ് ഇറ്റ്. ഇന്ന് പകലിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പറയാം, എൻ്റെ ദൈവം അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് അനുവദിച്ചാൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പിന്നാലെ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.